വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ സയൻസിലുള്ള ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മിസ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാമിന് വിചാരിച്ച രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മക്കൾ എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ 7 CBSE പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: which metal is commonly used to make food packaging materials as it is cheaper and its thin sheets can be folded easily into any shape? അപ്പോൾ നമുക്കറിയാം അല്ലേ, തിൻ ഷീറ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത് മെറ്റൽസിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, മാലബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാലബിലിറ്റി, മോസ്റ്റ് മാലബിൾ ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഇവിടെ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇതാ ഓപ്ഷനിൽ ഗോൾഡ് ഉണ്ട്, സോ ഗോൾഡ് മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല അല്ലേ. കാരണം ഇതാ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡ് പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ചീപ്പർ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പാഴ്സലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, അലൂമിനിയം ഫോയിൽ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, അലൂമിനിയം ഫോയിൽ തന്നെയാണ്. ഓപ്ഷൻ 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. മോസ്റ്റ് മാലബിൾ മെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഗോൾഡിലേക്ക് നമ്മൾ പോവെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അലൂമിനിയം ആണ് അല്ലെ. അലൂമിനിയം ഫോയിൽസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ എന്താ ചോദ്യം തന്നിരിക്കുന്നത്? ഇതാ ഇവിടെ കോളം 1 കുറേ എന്താണ്, കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. കോളം 2-ലാണെങ്കിലോ കുറച്ച് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഒക്കെ പേരുകളാണുള്ളത്. പക്ഷെ പേരുകൾ കറക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല അല്ലെ, കംപ്ലീറ്റ് ഡിസോർഡർ ആയി കിടക്കുവാണ്. അപ്പൊ ആ പേര് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കോളം 1ഉം കോളം 2ടെ മാച്ച് ചെയ്യണം അല്ലെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോളം 2-ലുള്ള നോൺ മെറ്റൽസും മെറ്റൽസ് ഒക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുന്ന സമയത്ത് ആ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആരാണ്, ഇത് നമ്മുടെ ഓക്സിജൻ ആണ് അല്ലെ, ഓക്സിജൻ ആണ്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, ആ ഒരു CH ഒക്കെ ഇടയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ആരാണത്, നമ്മുടെ ക്ലോറിൻ ആണ് സെക്കൻഡ് 1 എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് 1 എന്താണ്, തേർഡ് 1 യെസ് നമ്മുടെ കോപ്പറിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ ഓക്സിജനും ക്ലോറിനും ഒക്കെ നോൺ മെറ്റൽ ആയിരുന്നെങ്കിൽ കോപ്പർ ഇതാ മെറ്റൽ ആണ്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, 10 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ. ഇത് ആരാണ്, ഇത് നമ്മുടെ നൈട്രജനെ പറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് 1 നോക്കി നിങ്ങൾ, വെരി സിമ്പിൾ അല്ലെ, ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, ഗോൾഡ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോളം 1-ലുള്ള ആളുകളെ യെസ് നമുക്ക് മാച്ച് ചെയ്യാം അല്ലെ. യൂസ് വിത്ത് ഇലക്ട്രിക്കൽ വയറിംഗ്, ഇലക്ട്രിക്കൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് തന്നെ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ കാര്യമാണ്. അത് ഏതാണ് നമുക്കറിയാം, കോപ്പർ വയറാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ദാ ഈ പറയുന്ന ആളെ നമുക്ക് എങ്ങോട്ട് മാർക്ക് ചെയ്യാം, ദാ കോപ്പർ, സിയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്, മോസ്റ്റ് മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ, ഗോൾഡ് ആണെന്ന്. ഇപ്പൊ ഗോൾഡ് ഇതാ എവിടെ കിടക്കുന്ന, E ആണ് അല്ലെ, താഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നോക്കിയോ, നെക്സ്റ്റ് എന്താണ്, ലിവിങ് ഓർഗാനിസംസ് കനോട്ട് സർവൈവ് വിതൗട്ട് ഇറ്റ് അല്ലെ. അത് ആരാണെടാ, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരാൾ ആരാണ്, നമ്മുടെ ഓക്സിജൻ അല്ലെ. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഓപ്ഷൻ A ആണ്, ഓക്സിജനിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത എന്താണ്, പ്ലാന്റ്സ് ഗ്രോ ഹെൽത്തി വെൻ ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് ഇറ്റ് ആർ ആഡഡ് ടു സോയിൽ. അപ്പൊ നമ്മുടെ ഫെർട്ടിലൈസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, നമുക്കറിയാം അല്ലെ, നൈട്രജനെയാണ്. നൈട്രജൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്ലാന്റ്സിനൊന്നും വളരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നൈട്രജൻ നേരെ തന്നെയുള്ള ആളാണ്, ഇത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്, യൂസ്ഡ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെ. നമുക്കറിയാം ബ്ലീച്ചിങ് പൗഡർ ഒക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറില്ലേ. അപ്പൊ ഇതിലൊക്കെ ഉള്ള ഒരാളാണ് ആര്, യെസ് നമ്മുടെ ക്ലോറിൻ ആണ്. ആൻസർ ക്ലോറിൻ ദാ ഇവിടെ B ആണ്. സോ ബിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിനിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സോ എല്ലാവരുടെയും അല്ലെ, മെറ്റൽസ് ആയിക്കോട്ടെ നോൺ മെറ്റൽസ് ആയിക്കോട്ടെ എല്ലാവരുടെയും യൂസസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഈ ക്വസ്റ്റിന് ഫുൾ മാർക്കും കിട്ടി. അടുത്ത നോക്കിക്കോളൂ, വാട്ട് ഹാപ്പൻസ് വെൻ ഓക്സിജൻ റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ആൻഡ് സൾഫർ. യെസ്, ഓക്സിജനും മെഗ്നീഷ്യവുമായിട്ടുള്ള റിയാക്ഷൻ, അതുപോലെ തന്നെ ഓക്സിജനും സൾഫറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ഇൻ ദ നാച്ചുറൽ ഓഫ് ദ പ്രൊഡക്ട്സ് ഫോംഡ്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ നാച്ചുറൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്, ആസിഡ് ആണോ ബേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ്, യെസ് മെറ്റൽസുമായിട്ടുള്ള ഈ പറയുന്ന ഓക്സിജന്റെ റിയാക്ഷനിലാണ് നമ്മൾ മെഗ്നീഷ്യവുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം മെഗ്നീഷ്യവും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊരു ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ട്. ആൻഡ് നമ്മൾ മനസ്സിലാക്കി ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്തു, ആ റെഡ്
ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? അത് യെസ് ബേസിക് നാച്ചർ ആണെങ്കിലാണ്. സോ നമുക്കറിയാം ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ബേസിക് ഇൻ നാച്ചർ അല്ലെ. മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ എന്താണ്? ബേസിക് നാച്ചറിലുള്ള ആളുകളാണ്. സോ മെഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്? ബേസിക് നാച്ചർ ആണ്. അതുപോലെ അടുത്തത് നമ്മുടെ സൾഫറുമായിട്ടുള്ള കാര്യമാണ്. സൾഫർ എന്ന് പറയുമ്പോൾ നോൺ മെറ്റൽ ആണ്. ഇവിടെ സൾഫറും ഓക്സിജനും തമ്മിലൊക്കെ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? സൾഫ്യൂരസ് ആസിഡ് ആണ് അല്ലെ. ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു യെസ് ഉണ്ടായിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് എന്താണ്? എന്ത് നാച്ചർ ആണ്? യെസ് അസിഡിക് നാച്ചർ ആണ് അല്ലെ. സൾഫർ ഡയോക്സൈഡ് അസിഡിക് ഇൻ നാച്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മെഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിൽ ബേസിക് ആണ്. സൾഫർ ഡയോക്സൈഡിന്റെ കാര്യമാണെങ്കിൽ എന്താണ്? അസിഡിക് നാച്ചറിലുള്ള ആളാണ്. സോ നമുക്ക് പറയാം ജനറലി മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് വൈൽ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ എന്താണ്? അസിഡിക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതാ ഈ ഒരു കാര്യം മാത്രം എഴുതാനുള്ളതേ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ മെഗ്നീഷ്യവും ഓക്സിജനും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത് അല്ലെ. അതെന്താണ്? ഒരു മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്ന സമയത്ത് അതെന്ന് പറയുന്നത് എന്താണ്? ബേസിക് നാച്ചർ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൾഫറും ഓക്സിജനും കൂടെയുള്ള റിയാക്ഷനിൽ സൾഫർ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഒക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കറിയാം അതെന്താണ്? അസിഡിക് ഇൻ നാച്ചർ. സോ ജനറലി ഓർത്തു വയ്ക്കുക മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ആളുകളാണ്. നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് നാച്ചർ ഉള്ള ആളുകളാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഒരു റിയാക്ഷനൊക്കെയുള്ള ഒരു പോർഷൻ ആയിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഫോളോയിങ് മെറ്റീരിയൽസ്. ഡിസ്കസ് വിച്ച് മെറ്റീരിയൽ വുഡ് ബി യുവർ ചോയ്സ് ടു മേക്ക് എ പാൻ ദാറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബോയിലിംഗ് വാട്ടർ ആൻഡ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ബോയിലിംഗ് വാട്ടർ ആൻഡ് വൈ എന്ന് പറയുന്ന സമയത്ത് ആ വൈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ആദ്യം പറയാം അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ആൾ എന്തായിരിക്കണം? ആ ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കണം. ഹീറ്റ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിന്റെ അകത്ത് നിങ്ങൾ നോക്കി അയൺ, കോപ്പർ, സൾഫർ, കോൾ, പ്ലാസ്റ്റിക്, വുഡ്, കാർഡ്ബോർഡ് ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് അയൺ ആയിക്കോട്ടെ കോപ്പർ ആയിക്കോട്ടെ ഇവരുടെ പാത്രങ്ങളൊക്കെ നമ്മൾ യൂട്ടൻസിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ കിച്ചണിൽ കാണാറുണ്ട് അല്ലെ. ബിക്കോസ് ഇവരൊക്കെ എന്താണ്? മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹീറ്റ് കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അതാ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് catches fire when it comes in contact with water? അവിടെ ഒരു റിയാക്ഷൻ തന്നെയാണ് അല്ലെ. മെറ്റലും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരോ ഒരാൾ എന്താണ് അല്ലെങ്കിൽ ആരോ ഒരാളെന്നൊന്നും പറയുന്നില്ല അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? catches fire. അത് ഏത് മെറ്റൽ ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.